മോണ്ട എന്താണ്? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഇടയ്ക്കിടെ പോകുന്ന ഒരു വ്ളോഗാണ്. കാരണം എന്താ വെച്ചാൽ കുന്മാ നല്ല അന്തിക്ക് വന്നപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് പോയിന്. 2 ചോറ്റുപാത്രം കൊടുന്ന്. ചോറ്റുപാത്രത്തിന് വലിപ്പം എന്ന് പറയുന്നത് വലിയ 6ാം ക്ലാസ്സിലാണ്. ഇതാണ് നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. ചെറിയോൻ്റെ പറഞ്ഞാൽ ഇതുമായി ആനി ഉറുമ്പ് നിൽക്കണത്. അപ്പോൾ ചെറിയോന് ഇതിൻ്റെ ഇല്ലാത്തൊരു വലുതുമാണ്, മറ്റോൻ്റെ ഓൻ്റെ ഇല്ലാത്തൊരു ചെറുതുമാണ്. അപ്പം ഞാൻ ഒന്ന് മാറ്റാൻ പോകും. അപ്പം എൻ്റെ ഇപ്പം വെല്ലിപ്പുണ്ട്. അപ്പോൾ അതിന് മാറ്റി നിൽക്കുകയാണ്. കുട്ടീനെ ഇപ്പോൾ അവിടെ കടത്തി ഉറക്കിയിരിക്കണം. ഇതാണ് പാത്രങ്ങൾ. ഇതേ കാണുമ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ പറ്റ ചെറുതും നല്ല വലുതുമാണ്. ആൾ കുറച്ചേ ചോറുന്നുള്ളൂ. ഈ വലിയൊരു പാത്രം കൊണ്ട് നടക്കണ്ടേ. അപ്പോൾ ഇത് മാറ്റാൻ പോകാം കേട്ടോ. മറ്റവൻ്റെ കുഞ്ഞി പാത്രമാണ്, ചെറിയ പാത്രമാണ്. ഇത് കാണുമ്പോൾ അങ്ങനെ അറിയുണ്ടാവില്ല. അതിനും വേണ്ടിയിട്ട് മറ്റവൻ ഉറക്കാതെ നിന്ന് പിടിച്ചിരുത്തി ലാസ്റ്റ് ഇപ്പോൾ കൊണ്ട് ഉറക്കി. ഇപ്പം നല്ല തൊട്ടി കടത്തിയേക്കണുണ്ട് ഉറങ്ങിയേക്കണം. അപ്പം ഇനി ഞങ്ങൾ പോയേക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ വല്യപ്പാനവിടെ കടയിൽ നിർത്തിയേക്കണം. സംഭവം എന്ന് വെച്ചാൽ പാത്രത്തിന്മേൽ പേരെഴുതിക്കണം. അതുകൊണ്ട് അവർക്ക് മാറ്റാൻ ചെറിയ സംഭവം ശരിയാണ്. പേരെഴുതിയോണ്ട് ഇവിടെ കുറേ കൂട്ടാൻ പാത്രം ഉണ്ട്. ഓൽക്ക് വെറുതെ അല്ല അങ്ങനെ ചെറുതും ഇതൊക്കെ കിട്ടുക. അതൊക്കെ ചെറുതും അങ്ങനത്തെ വലുതൊക്കെ ഉള്ളത്. ആണുങ്ങളല്ല വന്നത്, കാര്യമായിട്ട് ഒന്നും കിട്ടൂല. അപ്പൊ ഇനി വേറെ തൂക്കം നോക്കാൻ കൊടുത്തിക്കണം. നമ്മൾ ചോറ്റും പാത്രം എന്താ നേരം വൈകിയ വാങ്ങാന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ നിന്ന് ചോറ് അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കേനി. അപ്പൊ അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചോറ് അങ്ങനെ പാത്രം വാങ്ങാൻ വന്നവിടെ. ഇപ്പൊ അങ്ങനെ ചേമ്പ് കണ്ടപ്പോ ചേമ്പിന്റെ ആളാ. ചേമ്പും ചേനത് ആ കേങ്ങാണ്. ഇനി പച്ചക്കറി പീടി പച്ചക്കറി വാങ്ങാൻ വന്ന പാൻ്റെ കവറിലായി ചേനും പച്ചക്കായും വാങ്ങി. അപ്പൊ നമ്മള് കുറച്ച് ഐറ്റംസേ വാങ്ങിയിട്ടുള്ളൂ. ആ കാക്ക പറയാ വീഡിയോ ശരിക്കും എടുക്കാന് അല്ലേ? കടിക്ക് എല്ലാരും വരണന്നില്ലേ? കൊറേ തരാ. കിടക്കര സ്റ്റാൻഡിന്റെ അവിടെ. ആ നിങ്ങൾക്ക് മരുന്ന് വാങ്ങാണ്ടില്ലേ? ഞാൻ നമ്മാന്റെ ഫോൺ അവിടെ കൊടുത്തിക്കണ വാങ്ങട്ടെ. അപ്പൊ നമ്മള് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനി ഉമ്മാന്റെ ഫോണുണ്ടല്ലോ, കുട്ടികൾ ഗെയിം കളിച്ചതിന്റെ ആകെ പൈപ്പളക്കി. ഫോണ് വന്നാൽ ഹാങ്ങാണ്, ഫോണ് വന്നില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പൊ വിളിച്ചാൽ ഫോണിൽ കിട്ടൂല. വാട്സപ്പ് കോള് മുന്നിൽ കാണുന്നല്ല. ഒരുവിധം അമ്മമാർക്കൊക്കെ അതേക്കാരം കോൾ ചെയ്താൽ കോളിങ് മുന്നിൽ കാണൂല. അത് പിന്നെ അങ്ങോട്ട് എടുത്ത് വാട്സപ്പ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നെക്കി ഒക്കെ കഴിഞ്ഞെങ്കിലേ ആ കോളിങ് ഇങ്ങനെ കാണുള്ളൂ. അപ്പം ഉമ്മാക്കൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് മൊബൈൽ കടി കൊടുത്തിട്ടുണ്ട്. വെള്ളിപ്പാണെങ്കിൽ ഇപ്പോൾ വരാറിന് അവിടെ മരുന്ന് എന്തോ വാങ്ങാൻ പോകാണ്ട്. അപ്പോൾ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ പോയിക്കണം. അപ്പം ഇന്ന് ഐഡിയയിലൊക്കെ തണ്ടി വൈകിക്കണം. കുട്ടി നീച്ചിക്കണം ഒരു ഐഡിയയിൽ കേട്ടോ. വെള്ളിപ്പാൻ്റെ ഫോണാണെങ്കിൽ പെരയിൽ വെച്ചിക്കണം. ഇനി ഉമ്മാക്ക് വിളിച്ചണമെങ്കിൽ വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ ഫോണിൽ കൂടെ പോയിട്ടില്ലേ. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇപ്പാനെ മരുന്ന് വാങ്ങി ഇപ്പാനെ ഇവിടെ കാണില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ അവിടെ ചായപ്പീടിയിൽ ചായ കുടിച്ചാൽ കയറിക്കണം. അവിടെ ഉണ്ട് ചായപ്പീടിയിലുണ്ട് വർത്താനം പറഞ്ഞിരിക്കണം ആരോ കണ്ടപ്പോൾ. അപ്പോൾ ഇനി വിളിച്ച് വരുത്തുണ്ട് ആ ചായ കുടിച്ചു തരണം. അപ്പോൾ ഇപ്പാൻ്റെ ബാക്കിയാണ് ചായ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ പോയതാണ് ഇപ്പാനെ കൊണ്ടുവരാം. പിന്നെ ഇവിടേക്ക് തന്നെ ചായക്ക് വരണ്ടായിരുന്നു. കാരണം ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെ വകയല്ലേ ചായ ഇന്ന്? എന്നാ ബിരിയാണി എന്തായിന്? ബിരിയാണി ഒന്ന് കഴിക്കാൻ നമുക്ക്. ഞങ്ങളാകെ തണ്ടലാണ്. രണ്ടാളും മരുന്നിന് പച്ചക്കറി അങ്ങോട്ടും ഇങ്ങോട്ടാണ്. കുട്ടി നീച്ചിനോട് കുറച്ച് സ്പീഡ് പോണം. നീച്ചിട്ടില്ല അമ്മ കുളിച്ചു. അപ്പൊ സ്ഥിരം വരുന്ന കടിയാണോ അല്ലത്. അപ്പൊ ഈ കടി തന്നെ കേറി വെക്കുക. നിങ്ങളതാ തിന്നല്? എന്തേലും ഒന്നും മതി.
ഉപ്പാന്റെ സ്വന്തം കടിയാണ് കേട്ടോ. നെയ്യപ്പം ഉണ്ട്, പയമ്പൊരി ഉണ്ട്, കലത്തപ്പം. ഏതേലും മതി. അതെന്താ ഉണ്ട്? എന്നാ അത് മതി. അതെന്താ സാധനം? അത് ഞാൻ അപ്പൊ വീക്കണ്ടിന് ഇവിടെ പല പൊടിച്ച് വെച്ചിട്ട് അപ്പൊ 2 ചായ ചോദിച്ചേ. അതിന്റെ ഉള്ളിൽ എന്താ ചക്കരയും തേങ്ങ? എന്നാ മതി ഒന്ന്. അപ്പൊ ഞങ്ങളത് സാധിച്ചിട്ട് നേരെ പെരിക്ക് ഞാൻ എവിടെയും കേറുന്നില്ല. ഇതാണ് കൊയ്ക്കട്ട അരിയുണ്ടല്ലേ? ഞങ്ങൾ നിക്കണോ? പൂവട മാതിരി നമ്മള് പൂവട ഉണ്ടാക്കുന്ന ഇപ്പൊ ഉണ്ടി ചായ. എടുക്കണ്ട് ചായ. ഇച്ച ചായ ശരിക്കും മറന്നതാ? ഇച്ച ചായ എടുത്തിട്ടില്ലേ ഇനി? ഒക്കെ കഴിഞ്ഞ് നമ്മൾ അക്ഷയ്ക്ക് വന്നതാട്ടോ കുട്ടികളെ ആധാറിന്റെ ഫോട്ടോസൊക്കെ എടുക്കാനും. അപ്പോ വല്യപ്പാനെ ഇവിടെ പോസ്റ്റാക്കി ഇരുത്തിക്കണ്. അവിടെ അനുവും മോട്ടനൊക്കെ സംഭവം എന്തൊക്കെ ചർച്ച ചെയ്യാണ്. വല്യമ്മാനൊരു ഫ്ലെക്സ് അടിച്ചണം പറഞ്ഞു ഇവിടെ. അർജന്റീന ബ്രസീലിന്റെ ഒക്കെ അപ്പുറത്തെ ഫ്ലെക്സ് വരുന്നുണ്ട്. അപ്പൊ വല്യമ്മാന്റെ ഫ്ലെക്സ് ഇവിടെ ഇടോ വെക്കണം എന്ന് പറഞ്ഞതിന്റെ ഫോട്ടോസും കാര്യങ്ങളും. റോഡ് കൂടെ എടുക്കുകയാണ്. എന്താടെ മമ്മേ? അടങ്ങിട്ടപ്പാ അവിടെ ഫ്ലെക്സ് എന്താ അടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ വെച്ചിട്ടുള്ളൂ തോന്നപ്പോ പോയോ അനുമോണ്ടനെ. വേറെ ഇമ്മമാരുടെ ഫോട്ടോങ്ങളുണ്ട് കാണാൻ ഇവിടെ വെച്ചിക്കണോരോ. അപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കണ പോലും കണ്ടങ്ങള് ഈ ഭാഗത്താ പോകുമ്പോ നോക്കാം. അതാകണ് എന്തത് പരിപാടി? അങ്ങോട്ട് നോക്ക്. ആരാണാ നിക്കണത്? കളത്തിൽ വന്നിറങ്ങിക്കണത്. താത്ത എങ്ങനെയുണ്ട്? നമ്മളെ ബ്രസീൽ അർജന്റീന പോർച്ചുഗൽ താത്ത. അപ്പൊ അതൊക്കെ റൊണാൾഡോ വെച്ചു. പിന്നെ അമ്മമാന്റെ നല്ല രസമുണ്ടല്ലേ? കട മൊത്തം ഫ്ലെക്സ് ആണ്. ഞാന് പച്ചക്കറി ഇപ്പൊ പാലായിട്ട് മരുന്നിന് ഒക്കെ പാടെ വാങ്ങിയോ? കുട്ടികളെ അട്ടിപ്പാത്രം മാറ്റാണ്ടേന്, ചോറ്റും പാത്രം മാറ്റി. ഓല് ഇന്നലെ അന്തിക്ക് പോയിട്ട് വലിയത് എടുത്തോണ്ട് ആ കൊയങ്ങില്ലേ എന്ന് തൊട്ട് നടത്താം.
ഇതൊക്കെ നിങ്ങള് കെട്ടിയതാ? നമ്മളെ പണിയുന്നു. അയ്യോ, എന്നിട്ട് എന്നാ കളിന്റെ ഇതൊക്കെ വരിക? നാളത്തെ കളി നാളത്തെ കളി ജയിച്ചോ? ജയിച്ചാക്കോ ആയിക്കോട്ടെ പോട്ടെട്ടാ. ഒക്കെ ഉണ്ടായില്ല, ഒക്കെ അവർക്ക് കിട്ടണ. അപ്പൊ അറിഞ്ഞോട്ടെ, ഞാൻ കൊണ്ടാക്കും. ഗുളിക ഉണ്ടായില്ല. നമ്മൾ പെരയിലെത്തി. കുട്ടി വന്നിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ ടൈപ്പിലാക്കിട്ടപ്പോ ഈ ചായയുടെ കഴിഞ്ഞാണ്ട് നമ്മ നല്ലൊരു പണിയാണ് നിൽക്കുന്നത്. എന്താ വെച്ചാല് വറക് പേര മൊത്തം പൊളിച്ചലാട്ടോ. ഇവിടെ ആകെ ചെതൽ പിടിച്ചിങ്ങാണ്ട് ആകെ നഷ്ടയിക്കണം. അപ്പൊ നമുക്കിതൊക്കെ മാറ്റിങ്ങാണ്ട് ഇനി നമ്മണ്ടവിടെ നന്നാക്കണം. ഒക്കെ അതിലും വലിച്ചിട്ടേക്കണം. ഇതിനി വേറെ കോലത്തിലാക്കണം. പാമ്പും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും. അപ്പം ഞാൻ അങ്ങനെ ഓരോ വർഗമായിട്ട് മക്കാണിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെതലുണ്ട്, ചെതൽ മൊത്തം ചെതല. ഇത് ജനാൽപ്പാടിന്റെ കൊളത്താണോ? ഇതിമ്മ കൊക്ക ഉണ്ട്. ഒരു പേടിയില്ലാതെ ഇരിക്കണൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾ പാമ്പിന്റെ വർത്താനം പറയണമില്ല. ഉണ്ടാക്കിയപ്പോ ചായപ്പൊടി അത് അന്ന് ഇട്ടതാണ്. ഒക്കെ പോയി കാണും. ആ ചായപ്പൊടി അല്ല, ഇത് വേറെ. നമ്മള് വറക്ക് മൊത്തത്തിൽ അവിടുന്ന് ഒഴിവാക്കിക്കണേ. ഒക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആക്കി മാറ്റിക്കണേ. നല്ല ചോണോൻ ഉറുമ്പുണ്ട് കേട്ടോ. ഉറുമ്പുണ്ടെങ്കിൽ പാമ്പുകൾ വരൂല എന്ന് അമ്മ പറയുന്നത്. കടിച്ചണുണ്ട്, ഇട്ടാലിയൊക്കെ ഉണ്ട്. നമുക്കിവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയാണ്ട് വറകട്ടി മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പം തന്നെ ആ കൊയങ്ങി. അടിച്ചോരാൻ ചൂടെടുക്കാൻ ഫിദൂനെ പറഞ്ഞയച്ചതാട്ടോ. ആളെ ഏരിയയിൽ കാണാനില്ല. ഞാൻ തന്നെ പോയാണ് ചൂട് മുറുക്കട്ടെ. ഇല്ല, പോണ കാര്യം റിസ്ക്കാണ്. വലിച്ചിട്ട് ഇപ്പം പാമ്പിനൊന്നും കാണാത്തോണ്ട് ഒരു പേടിയില്ല. പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആയിക്കൂടെ വരില്ല. അത് വേറെ കാര്യം. ഒരു മിനിറ്റ് എടുക്കുകയാണ്, അതുകൊണ്ട് ക്ലീനാണ്. ഫിദു, അല്ല എന്നോടല്ലേ ചൂലെടുക്കാൻ പറഞ്ഞിനിയെ? ചൂലെവിടെ? ഇച്ചിവിടെ കളിച്ചു കുത്തിരിക്കുക അല്ലേ? കുട്ടീനെ നോക്കാൻ പറഞ്ഞ കുട്ടി നോക്കിനിയോ? ആ വീഡിയോ എടുക്കണോണ്ട് ഉണ്ടാക്കുക. ഉള്ളിക്ക ഇപ്പൊ സുഖ. നമ്മള് അങ്ങേ തലക്കായോണ്ട് ഇവിടെ കടക്കാട്ടോ. കടക്കില്ല ഐഡിയ ചെയ്യാം. ആ മിക്കവാറും നോക്കൂല. വേറെ ഫോണൊന്ന് ഉമ്മാന്റെ ഫോണൊന്ന് ഇന്ത്യക്ക് കോളിങ് ആക്കി വെക്കാം. അപ്പൊ കരീന വെച്ചങ്ങോട്ട് കേൾക്കുമല്ലോ. അങ്ങേ ഭാഗത്തായോണ്ട് സൗണ്ട് കേൾക്കൂല. വറകിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പൊ കുട്ടി ഇങ്ങേ തലക്കിയും പണി എടുക്കണ അങ്ങേ തലക്കിനി എങ്ങനെ സൗണ്ട് കേൾക്കൂല. അറിയുവാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ ചെറിയനെ ഏൽപ്പിച്ചിന്. ചെറുതനെ നേരെ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ വറക് പണിയെടുക്കണോണ്ട് ചെതലും അതേപോലെ ആ നമ്മൾ ചെതൽ പിടിച്ചാതെക്കാലെ പൊടി ഇടൂലേ, അതൊക്കെ ആകെ മേത്തക്കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ കുട്ടീനെ മടിച്ചൊന്നും എടുക്കാനും പറ്റൂല. അപ്പം നമ്മൾ സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് പോയി ഫോണിൽ മറ്റേ ഫോണിക്ക് കോൾ ചെയ്തങ്ങാണ്ട് തന്ത്രപരമായി വെച്ചിരിക്കുന്നു. അല്ലാതെ എന്താ കാട്ടുക? അപ്പോൾ അമ്മക്ക് ഒറ്റയ്ക്ക് കഴിച്ചില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.